യെസ് വരൂ വാ കല്യാണം കഴിക്കാം. ഇവൻ ഇക്കോട്ട് ഇത് പറഞ്ഞ പണിയില്ല. ചാടിക്കയിലേക്ക് സാധനം പോലെ മറ്റേ ബാസന്തി. ലാസ്റ്റ് ഓക്കെ ഒന്ന് കെട്ടി നോക്കാം എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. സോ എല്ലാ കാര്യത്തിലും ലൈക്ക് എൻ്റെ ഡൗൺസിലും അപ്സിലും എല്ലാം ഈക്വലായിട്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ എനിക്ക് ഇനി ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അനിയത്തിയുടെ വെഡിങ് ആണ്. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ കണ്ണു ഹാപ്പിനെസ് മോസ്റ്റ്ലി ഭയങ്കര ബോണ്ടാണ് ഞങ്ങള്. ശരിക്കും മീനു എൻ്റെ അനിയത്തി തന്നെയാണ്. ഇപ്പം നിന്നെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഗേളാണ്. അവളുടെ ഈ എൻ്റെ കല്യാണത്തിൻ്റെ ഈ പ്രോഗ്രാം ഫുള്ള് അവള് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള അവള് തന്നെ മുൻകൈ എടുത്ത് അവള് തന്നെ ഒരു മനസ്സിലൊരു പിക്ചർ ഉണ്ട് അവൾക്ക്. അപ്പോൾ ആ പിക്ചർ അവളത് നടത്തിയെടുക്കാൻ വേണ്ടി അവൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. What if I wasn't done loving you? 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 പിന്നെ അവൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു നമ്മൾ കരയൂന്നൊക്കെ. കരഞ്ഞ് ഗ്ലിസറിൻ മേടിക്കണം, അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് കരഞ്ഞ് കാണിക്കണം. ഞാൻ ഗ്ലിസറിൻ വാങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗിലുണ്ട്. ബട്ട് അതിൻ്റെ ആവശ്യം വന്നില്ല. എനിക്ക് ഇമോഷണലായി സെല്ലിനെ പറ്റി ഇപ്പൊ പറയാനാണെങ്കിൽ എന്താ, നല്ല പയ്യൻ, കണ്ണിലുണ്ണി. അതുപോലെ തന്നെ ഞങ്ങളൊരു RLVയിലെ ഞങ്ങളൊരു ഫാമിലിയാണ്. ആ ഫാമിലിയിലെ ഒരു മെമ്പർ കൂടിയാണ്. അവർ അടിപൊളിയാണ്. അവര് ഭയങ്കര റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. RLV കോളേജിൽ തന്നെ പ്രേമിച്ച് കെട്ടിയ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. പറ്റൂല, ഫോർ ഷുവർ പറ്റൂല. സോ ഇങ്ങനെ തന്നെ നോ ചേഞ്ച്. ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോട്ടെ. കണ്ണിലുണ്ണി. ഏറ്റവും ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു ഞങ്ങൾ ശ്രമിച്ചു. കഥകളിയിലും കഥകളിച്ചണ്ടയിലും പ്രാവീണ്യം പുലർത്തിയ ശ്രമിച്ചു. ബിരുദാനന്തര ബിരുദം എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്.
ഇനി ഇവരുടെ മക്കളുടെ മാമോദിസയ്ക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നതാണ്. അതെ അതെ അതെ. കരയണം എന്നൊക്കെ, കരയണത് എങ്ങനെയാണ് എന്നൊക്കെ പഠിപ്പിച്ചു തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പെണ്ണിന്റെ മുത്താണ്, മുത്തിന്റെ മുത്താണ്. അടിപൊളിയാണ്, മുത്താണ്. എനിക്കൊരു ചേച്ചി ഇല്ലായിരുന്നു. അപ്പം ചേച്ചി ഇല്ലാത്തതിന്റെ ആ ഒരു ഫീല് സാനിക ചേച്ചി വന്നതോടുകൂടി ഇപ്പൊ എല്ലാം ഓക്കെ ആയി.